സൈജു ഗ്രൂപ്പ് നായകനായി എത്തിയിട്ടുള്ള മോഹിനിയാട്ടം എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. എല്ലാവർക്കും അറിയാം. ഈ സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ജോണർ ഷിഫ്റ്റ് തന്നെയാണ്. ആദ്യത്തെ സിനിമ ഒരു സ്പൂഫ് കോമഡി അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നത്. അതായത് ഭരതനാട്യം ഒരു ഡാർക്ക് കോമഡിയാണ്. അതായത് നമ്മൾ അങ്ങനെ വിചാരിക്കാത്ത ഒരു ഡാർക്ക് കോമഡിയാണ്. നമ്മുടെ ആദ്യത്തെ സിനിമയിൽ ആ ഒരു കുടുംബം ഇസ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റിംഗ് ടു അതർ വേറൊരു തരത്തിലാണ് ഇതിലെ ആൾക്കാർ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടേഴ്സ് നമ്മൾ ആദ്യം കണ്ട പരിപാടിയിൽ നിന്നും ഒട്ടും സെയിം അല്ല. അവർ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ പെരുമാറുന്നത്. പല പല കാര്യങ്ങളുടെ സർക്കംസ്റ്റൻസിലൂടെ ഈ ഫാമിലി മെമ്പേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംഭവം സിനിമയിൽ നടക്കുന്നുണ്ട്. ആ ഒരു ഇറ്റ് ഇസ് ഒരു ക്രൈം തന്നെയാണ് നടക്കുന്നത്. ആ ക്രൈമിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ക്രൈം നടക്കാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഭരതൻ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ സായ്കുമാർ ആദ്യം ചെയ്തിരുന്ന അയാളുടെ ഒരു ഭൂതകാലം വെൻ ഹി വാസ് ഇൻ ദിസ് പെർട്ടിക്കുലർ വിത്ത് സെക്കൻഡ് വൈഫ്, അങ്ങനെ ആണല്ലോ നമ്മുടെ ആദ്യത്തെ സിനിമയിൽ. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അയാളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ നാട്ടിലെ കുറച്ച് എന്താ പറയുക പുള്ളിയുടെ പരിപാടികളൊക്കെ സിനിമയിൽ കാണിക്കുന്നത്. അത് കഥയ്ക്ക് ഭയങ്കര എന്താ പറയുക കാര്യമായിട്ട് തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അഡീഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കഥ എന്തായാലും വളരെ രസകരമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് കോമഡിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ലോജിക്കൊന്നും അന്വേഷിക്കുക പോകരുത്. കാരണം കംപ്ലീറ്റ്ലി എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ് പരിപാടികളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ ഒരു ഭരതനാട്യത്തിലെ ഫാമിലി വി വോണ്ട് എക്സ്പെക്ട് ദം ടു ഡു സച്ച് തിങ്സ് ആക്ച്വലി, ബിക്കോസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളാണ് സിനിമയിൽ വരുന്നത്. ഒരിക്കലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നതേ ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെയാണ് നമ്മുടെ പുതിയ സിനിമയെ മോഹിനിയാട്ടത്തിലുള്ളത്. മോഹിനിയാട്ടം ഭയങ്കര നല്ലൊരു എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും കൂടെയാണ്. കാരണം ഭരതനാട്യം OTT ആണ് വളരെ നന്നായിട്ട് ഓടിയത്. പക്ഷെ ഈ സെക്കൻഡ് മൂവിയിൽ വരുമ്പോൾ കുറച്ച് ക്യാൻവാസും കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഥയുടെ ഒരു പരിപാടികൾ കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് വാസ്റ്റ് ആണ് കുറച്ചും കൂടി. തേർഡ് പാർട്ടിനുള്ള ഒരു പരിപാടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ നമുക്ക് വിചാരിക്കാം വരുമെന്ന്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി. കാരണം കോമഡി പരിപാടികളൊക്കെ നന്നായിട്ടുണ്ട്. ആൻഡ് സുരാജ് വെഞ്ഞാറമൂടി ദർ, പുള്ളി ഒരു മേജർ ക്യാരക്ടറാണ്. ദെൻ വി ഹാവ് ബേബി ജീൻ, മ്യൂസിക് റാപ്പർ ആയിട്ടുള്ള ബേബി ജീൻ ഉണ്ട്. ഈ പുള്ളി ഒരു ഡിഫറെൻറ്റ് റോളാണ്, ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഒരു സൈക്കോ അല്ല, ബട്ട് ദെൻ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ഒരു വിയേർഡ് ക്യാരക്ടർ നമ്മൾ പറയുന്ന തരത്തിലൊരു ക്യാരക്ടർ. എന്തായാലും എല്ലാവരും നന്നായിട്ട് സൈജു കുറുപ്പിന് എന്തായാലും ഈ ഒരു ഭയങ്കര ഒരു ഹിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം എന്തായാലും ഈ സിനിമ എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. എൻ്റർടൈൻമെൻ്റ് ആണ്. ഫെസ്റ്റിവൽ സീസണിൽ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് നമ്മുടെ മോഹിനിയാട്ടം എന്ന്